ഇന്നലെ യുഎസ് വിപണികളെല്ലാം മൈനസിലാണ് ക്ലോസ് ചെയ്തത്. ഏതാണ്ട് 0.5% മൈനസിലായിട്ടാണ് മിക്ക ഇൻഡെക്സുകളും ക്ലോസ് ചെയ്തത്. ആമസോൺ, നെറ്റ്ഫ്ലിക്സ് എന്നീ കമ്പനികളുടെ ഓഹരികൾ ഏതാണ്ട് 2%-ത്തിനടുത്ത് മൈനസായിട്ടാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ ബർക്ക്ഷയർ ഹാത്വേയുടെ സിഇഒ സ്ഥാനത്ത് നിന്ന് വാറൻ ബഫറ്റ് മാറുന്നതിനെ തുടർന്ന് ആ കമ്പനികളുടെ സ്റ്റോക്ക് ഏതാണ്ട് 5%-ത്തോളം താഴെയാണ് ക്ലോസ് ചെയ്തത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏതാണ്ട് അതിർത്തി സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഓഹരി വിപണി പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഏതാണ്ട് 13 ദിവസമായിട്ട് എഫ് ഐസ് ബയേഴ്സ് ആണ്. എഫ് ഐസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനൂടെ ഏതാണ്ട് 6 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബൈ ചെയ്യുന്നുണ്ട്. ഇനി ഇന്നലെ വന്ന എം&എമ്മിന്റെ റിസൾട്ട് വളരെ നല്ല റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തത്. ഓട്ടോ സെക്ടറിൽ പൊതുവെ ഈ കഴിഞ്ഞ മാസം സെയിൽസ് കുറഞ്ഞെങ്കിൽ പോലും എം&എമ്മിന്റെ നല്ല റിസൾട്ട് ആ സെക്ടറിന് പൊതുവെ ഒരു ബുള്ളിഷ്നസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിലിന്റെ പ്രൈസ് ഒപെക് അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നു എന്ന തരത്തിലുള്ള വാർത്ത ഓയിലിന്റെ പ്രൈസ് കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഓയിൽ മാർക്കറ്റ് കമ്പനികളിലും ഇന്നലെ ഒരു നല്ലൊരു പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഓയിലിന്റെ പ്രൈസ് പറയുന്നത് ഇന്ത്യൻ എക്കോണമിക്ക് തന്നെ എപ്പോഴും വളരെ നല്ലതാണ്. മറ്റൊന്ന് ഇനി മാർക്കറ്റ് പാർട്ടിസിപ്പന്റിന്റെ എഫാന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ഇപ്പോഴും ബെയറിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവർ ഏതാണ്ട് 50% ഷോർട്ട് പൊസിഷനാണ്. പ്രോ ട്രേഡേഴ്സ് 57% ഷോർട്ട് പൊസിഷനിൽ നിൽക്കുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിലും റീറ്റെയിൽ ട്രേഡേഴ്സ് ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ്, ബെയറിഷ് ആയിട്ട് തന്നെയാണ് പൊസിഷൻ എടുത്തിരിക്കുന്നത്. പ്രോ ട്രേഡേഴ്സും കോൾ ഓപ്ഷൻ കൂടുതലായിട്ട് ബൈ ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുട്ട് ഓപ്ഷൻ ആഡ് ചെയ്തതായിട്ട് കാണുന്നു. പക്ഷേ നെറ്റ് എടുക്കുമ്പോൾ അവരും ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് അവരുടെ പൊസിഷൻ നൽകുന്നത്. ഓൾറെഡി ഹെഡ്ജിനാണ് പൊസിഷൻ. ഇന്ന് ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ 10:30 സർവീസ് PMI ഡേറ്റ വരാനുണ്ട്. അതുപോലെ തന്നെ ജർമ്മനി, UK, യൂറോസോൺ എന്നിവയുടെ PMI ഡേറ്റയും ഇന്ന് വരാനുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും റിസൾട്ട് വരാനുള്ള കമ്പനികൾ ബാങ്ക് ഓഫ് ബറോഡ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, പേടിഎം, അലംബിക് ഫാർമസ്യൂട്ടിക്കൽ, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ്, മഹാനഗർ ഗ്യാസ് എന്നീ കമ്പനികളുടെ റിസൾട്ടാണ് പ്രധാനമായിട്ടും ഇന്ന് വരാനുള്ളത്. ഇനി IDBI ബാങ്കിന്റെ ഓഹരി വിൽപ്പന ഏതാണ്ട് ഈ വർഷം തന്നെ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. ഏതാണ്ട് 61% ഓഹരികൾ LIC സർക്കാരോട് വിറ്റിരിക്കാനാണ് ഉദ്ദേശം. RBIയുടെ പലിശ നിരക്ക് ഈ വർഷം ഏതാണ്ട് 1.5% കുറയുമെന്ന് SBI റിസർച്ച് കണക്കാക്കുന്നു. ഉൽപ്പാദന മേഖലയിലെ ഏകദേശം 10 വർഷത്തെ ഉയർന്ന നിലയിലുള്ള വർധനമാണ് ഡേറ്റകൾ പലതും കാണിക്കുന്നത്. മികച്ച മൺസൂൺ ലഭിക്കുന്നതിനാൽ ഏതാണ്ട് കാർഷിക ആദായവും 4%-ലധികം വളർച്ച കാണിക്കുമെന്ന് പറയുന്നു. പൊതുവെ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന ഡേറ്റകളെല്ലാം ഇപ്പോൾ പോസിറ്റീവാണ്. അമേരിക്കയിൽ ഈ താരിഫ് യുദ്ധത്തിന് ഒരു ശമനം ഉണ്ടാകുന്നത് അത്തരം മാർക്കറ്റുകളിൽ നിന്ന് വരുന്നതും പോസിറ്റീവായിട്ടാണ് ഡേറ്റ വരുന്നത്. ഇന്നലെ HDFC, M&M, ITC, റിലയൻസ്, അദാനി പോർട്ട് എന്നീ കമ്പനികളെല്ലാം നല്ല രീതിയിലുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളിൽ നല്ല രീതിയിലുള്ള ഒരു ബൈങ് കണ്ടു. അത് അമേരിക്കയിലെ കേസുകൾ പലതും ഒത്തുതീർക്കാൻ ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ടൊരു ചർച്ച നടത്തുന്നു എന്നുള്ള ഒരു വാർത്തയാണ് അവിടെ പ്രധാനമായിട്ടുണ്ടായത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യം ഇന്ത്യ പാക് അതിർത്തി ബോർഡർ ഇഷ്യൂ ആണ്. അത് എസ്കലേറ്റ് ചെയ്താലാണ് നമ്മളെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയായിട്ട് തീരുക. അപ്പോൾ എല്ലാവരും അത് മുന്നിൽ കണ്ട് മാത്രം പോസ്റ്റ് എടുക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.